ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ ഗ്രേപ്പ് ലൈമാണ്. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേപ്പ് ലൈമാണ്. ഗ്രേപ്പ് ലൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രേപ്പ് ലൈന് വേണ്ട ആവശ്യമായ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഗ്രേപ്പ് മുന്തിരി, ഇപ്പോൾ കറുത്ത മുന്തിരിയാണത്, പിന്നെ ഒരു നാരങ്ങ, പിന്നെ ഒരു പീസ് ഇഞ്ചി, പഞ്ചസാര, പിന്നെ തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കണ്ട. പിന്നെ ആവശ്യത്തിന് 2 ഗ്ലാസ് വെള്ളം വേണം. ഇതൊക്കെ കാരണം സ്പെഷ്യലായിട്ട് നമുക്ക് ഈ നോമ്പ് തുറയായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. ഒരു സ്പെഷ്യൽ തന്നെയാണ്. ഒരു വിരുന്നുകാർ വരുമ്പോഴോ ഗസ്റ്റ് വന്നു വെച്ചാൽ പോലും നമുക്കത് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. ഇതൊന്ന് അടിച്ചെടുക്കണം. അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് മുന്തിരി ഇട്ടിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് മുന്തിരി, കുറച്ച് മുന്തിരി ഇടുക. 2 ഗ്ലാസ് വെള്ളത്തോളം എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിന് മുന്തിരി ഇട്ടിട്ടുണ്ട്. അത് മതിയാവും മുന്തിരി. ഇപ്പോൾ മുന്തിരിയും വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു കഷ്ണമാണ്, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. അതിലിപ്പോൾ ഇഞ്ചി ഇട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്മെല്ല്, നല്ലൊരു മണം അതിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഉള്ള നല്ല ഗുണമൊന്നും, ഇഞ്ചിയുടെ മണം മാത്രമേ അതിൽ കിട്ടുള്ളൂ. എരിവൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് മണത്തിന് വേണ്ടി മാത്രമാണ് അതിലിട്ടിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 2 ഗ്ലാസ്സാണ്. 2 ഗ്ലാസ്സിന് ഒരു 4 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് കൂടുതൽ ഇടാം. ഇപ്പോൾ വേണമെങ്കിൽ 2 സ്പൂണെങ്കിലും ഇടാം. ഞാൻ മധുരം കമ്മിയായിട്ടാണ്, അപ്പോൾ ഒരു 4 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ 2 ഗ്ലാസ്സിന്. നാരങ്ങ നീര് ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിക്കുന്ന നേരം, ജാറിൽ അടിക്കുന്ന നേരം ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. ഒരു പാതി ഭാഗം നാരങ്ങ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഗ്ലാസ്സിന് അരമുറി നാരങ്ങ മതി. പിന്നെ അതിന് 4 ഗ്ലാസ് ആണെങ്കിൽ ഒരു നാരങ്ങ ഫുള്ളായി എടുക്കാം. പിന്നെ 2 ഗ്ലാസ് ആയി നേരം അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്യാം. അവസാനമായിട്ട് ഐസ് ക്യൂബ് ആഡ് ചെയ്യണം. ഐസ് ക്യൂബ് വേണമെങ്കിൽ നിർബന്ധമില്ല. ഐസ് ക്യൂബ് പിള്ളേർക്ക് വേണം, തണുപ്പ് വേണം എന്ന് പറയുന്നവർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഐസ് ക്യൂബ് 3 ഐസ് ക്യൂബ് ആഡ് ചെയ്യുന്നു. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിന്ന് അടിച്ചിട്ട് അരിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതിൽ അരിച്ച് ഒരു നാരങ്ങയുടെ പീസും മുന്തിരിയുടെ കുറച്ച് ഇതുണ്ടാവും. അത് അടിച്ച് വൃത്തിയാക്കി ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് കളറും മുന്തിരിയുടെ കളറും നിങ്ങൾക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രേപ്പ് ലൈം അടിപൊളിയായി റെഡിയായി കഴിഞ്ഞു. അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ ഗ്ലേക്ക് കാണുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. കുടിക്കാൻ അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. അടിപൊളി സാധനമാണത്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്തണം. നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോസ് വരാൻ ബെൽബട്ടൺ ഒന്ന് അമർത്തണം. പിന്നെ ലൈക്ക് ചെയ്യുക, തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.